ഇങ്ങനെ വേണം കഥാപാത്രങ്ങൾ പെർഫോം ചെയ്യാനെന്ന് നമുക്ക് തോന്നിപ്പോകും. ആ വീട്ടിനകത്ത് നമ്മളും ലോക്ക്ഡായ കണക്ക് നമുക്കൊരു പോയിന്റ് എത്തുമ്പോൾ തോന്നും. എഗെയിൻ വെൽക്കം ബാക്ക് ടു അബ്സല്യൂട്ട് സിനിമ. അബ്സല്യൂട്ട് സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നോ കൺട്രി ഫോർ ഓൾഡ് മാൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവമുള്ള ഒരു സിനിമയായിട്ട് തൊട്ടടുത്ത എപ്പിസോഡ് വരാമെന്നുള്ളത്. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ മിസറി. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കണ്ടിട്ടുള്ള സിനിമയാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയിലെ വില്ലനല്ല, വില്ലത്തിയാണ്. എനിക്ക് തോന്നുന്നു നോ കൺട്രി ഫോർ ഓൾഡ് മാൻ എന്ന് പറഞ്ഞ സിനിമയിലെ വില്ലന് ഒരു അനിയത്തി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മിസറി സിനിമയിലെ വില്ലത്തിയെ പോലെ ഇരിക്കും എന്നാണ് എനിക്ക് ഒറ്റ വാക്കിൽ ഈ സിനിമയിലെ വില്ലത്തി കഥാപാത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ആനി ആണ് കഥാപാത്രത്തിൻ്റെ പേര്. എന്തൊരു പെർഫോമൻസ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ വർഷത്തെ ഏറ്റവും മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡ്. നിങ്ങൾക്ക് ബാക്കിയൊക്കെ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാം, അവരെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണെന്നുള്ളത്. അപ്പം സിനിമയുടെ കഥാഗതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നായക കഥാപാത്രം ഒരു റൈറ്ററാണ്, ഒരു നോവലിസ്റ്റാണ്. അപ്പം പുള്ളിക്കാരൻ തൻ്റെ പുതിയ നോവൽ എഴുതാനായിട്ട് വളരെ ശാന്തതയൊക്കെ ഉള്ളൊരു സ്ഥലം തേടി പോകുന്നു. അങ്ങനെ പുള്ളി ഒരു മഞ്ഞ് വീഴ്ചയൊക്കെ ഉള്ളൊരു സ്ഥലം പുള്ളിക്ക് കിട്ടുന്നു. പുള്ളി അവിടെ ഇരുന്ന് തൻ്റെ നോവൽ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് തൻ്റെ പ്രസാധകരിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കൊണ്ടുപോകുന്നതിനിടയിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ ഈ മഞ്ഞ് വീഴ്ചയുടെ ഇടയിൽ വെച്ച് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. അപ്പോൾ ഈ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോഴത്തേക്കും ചുറ്റും ആരുമില്ല, പുള്ളിക്കാരൻ അവിടെ കിടന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ, ആരും രക്ഷിക്കാനില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ദൈവദൂതിയെ പോലെ നമ്മുടെ ആനി അവിടേക്ക് വരുന്നു. ഇയാളെ വളരെ പണിപ്പെട്ടിട്ട് ഇയാളെ ആ ഒരു ആക്സിഡൻറ്റിൽ നിന്നും രക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആനി ഒരു നഴ്സ് കൂടിയാണ്. അപ്പം ഒരു കുഞ്ഞിനെ പരിചരിക്കുന്ന പോലെ ഈ ആനി നമ്മുടെ നോവലിസ്റ്റിനെ പരിചരിക്കുന്നുണ്ട്. അപ്പം ആനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നോവലിസ്റ്റിൻ്റെ ഭയങ്കര വലിയൊരു കടുത്ത ഫാൻ കൂടിയാണ് നമ്മുടെ ആനി ഈ നോവലിസ്റ്റിൻ്റെ നോവലുകളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന, അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും കഥാപാത്രങ്ങളുടെ ഫാനായിട്ടുള്ള വ്യക്തിയാണ് ആനി. അപ്പോൾ ആനി സംബന്ധിച്ചിടത്തോളം താൻ എത്രയധികം ആരാധിക്കുന്ന ഒരാൾ തൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ ഈ പുള്ളിക്കാരനെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്, കൃത്യസമയത്ത് ഫുഡ് കൊടുക്കുന്നുണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ മഞ്ഞ് വീഴ്ച കാരണം പറ്റുന്നില്ല. ഈ ടെലികമ്മ്യൂണിക്കേഷൻ പരിപാടികളൊക്കെ ഈ ഒരു മഞ്ഞ് വീഴ്ച കാരണം തകരാറിലാണ്. അതൊക്കെ ഓക്കെ ആകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, അതുവരെ താൻ തന്നെ പരിചരിക്കാം, താൻ്റെ ഒരു നേഴ്സാണെന്നുള്ളത് അവർ സ്വയം പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കഥ മുന്നോട്ട് പോകുന്നു. നമുക്കും തോന്നുന്നു എന്ത് നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു സ്ത്രീ എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ പിന്നീട് ഇവരുടെ പെരുമാറ്റ രീതിയിലും ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊരു ഡൗട്ട് തോന്നും. ഇതെന്തോ ഒരു സംതിങ് റോങ് ആണല്ലോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. അതേ ഡൗട്ട് നമ്മുടെ കഥാനായകനും ഉണ്ടാവും. അവിടെ നിന്നാണ് ഈ സിനിമയിൽ ടേൺ അറൗണ്ട് ഉണ്ടാകുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ആനി എന്ന് പറയുന്ന കഥാപാത്രം ഇയാളെ രക്ഷിച്ചുകൊണ്ട് വന്നത് എന്തിനാണ്? ഇയാളെ വളർത്താനാണോ കൊല്ലാനാണോ കൊണ്ടുവന്നതെന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സിനിമ തരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ ഉണ്ടാക്കുന്ന ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. എസ്പെഷ്യലി ഈ ഞാൻ പറയുന്ന പോലെ ഈ ആനി എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ പെർഫോമൻസ് ഒരു സൈഡിൽ നിൽപ്പുണ്ട്. ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയും അല്ലെങ്കിൽ ഈ ഒരു കഥാതന്തുവും ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. എനിക്ക് തോന്നുന്നു മിസറി സിനിമ 1990 സിനിമയാണ്. ഈ സിനിമയുടെ ബേസിൽ അല്ലെങ്കിൽ ഇതുമായി ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒട്ടനവധി സിനിമകൾ ലോക സിനിമയിൽ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതേ ഒരു പാറ്റേണിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ എല്ലാം എനിക്ക് തോന്നുന്നു കാതലായിട്ടുള്ള സിനിമ എനിക്ക് തോന്നുന്നു മിസറിയാന്ന് തോന്നുന്നു. കാരണം ഇതുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഒരു മാസ്റ്റർ ക്ലാസ് സാധനമാണ് മിസറി എന്ന് പറയുന്നത്. എസ്പെഷ്യലി ആനിയുടെ പെർഫോമൻസ് അത് കണ്ട് ആസ്വദിക്കുക. അപ്പം ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറയാനുണ്ട്, വ്യക്തിപരമായിട്ട് പെർഫോമൻസുകൾ കണ്ട് ആസ്വദിക്കാറുള്ള ആളാണ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് അവരുടെ പെർഫോമൻസ്. ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഭീകരതയൊക്കെ അവർ അത്ര മനോഹരമായിട്ടാണ് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ ആ വീട്ടിൽ അകപ്പെട്ട കണക്ക് തോന്നും. ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് അങ്ങ് രക്ഷപ്പെടണമെന്ന് തോന്നിപ്പോവും. കാരണം ആ രീതിയിൽ ഈ നായകഥാപാത്രം ഇവർ യഥാർത്ഥത്തിൽ ആരാണെന്നൊക്കെ തിരിച്ചറിയുന്നൊരു സീക്വൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്നാണ് നമുക്കിതിൻ്റെ ഒരു
ഇവർ ഇങ്ങനത്തെ ഒരു സ്ത്രീ ആയിരുന്നോ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നു. ആ വീട്ടിനകത്ത് നമ്മളും ലോക്ക്ഡായ കണക്ക് നമുക്കൊരു പോയിന്റ് എത്തുമ്പോൾ തോന്നും. അപ്പം നമ്മളും നായകനോടൊപ്പം എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇവരുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടണം എന്നുള്ള ചിന്ത മാത്രമായിരിക്കും നമുക്കുണ്ടാവുക. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി കാണാം. ഈ സിനിമ നിങ്ങൾക്ക് കാണാൻ എടുത്തു വെക്കാം. കണ്ണും പൂട്ടി കാണാൻ പറ്റത്തില്ല, കണ്ണ് തുറന്ന് തന്നെ കാണണം. ഉറപ്പിച്ച് നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഓറൊക്കെ പറഞ്ഞു കൊടുക്കുക ഈ സിനിമ കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി മിസ്റ്ററി കാണുക. നോ കൺട്രി ഫോർ ഓൾഡ് മാൻ കണ്ടിട്ട് ഉടനെ മിസ്റ്ററി കാണുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ധമാക്കയാണ്. രണ്ടും കിടിലൻ പടങ്ങളാണ്. രണ്ടിലെയും കഥാപാത്രങ്ങൾ, നിങ്ങൾ ആ സിനിമ മറന്നാലും നിങ്ങൾ ആ കഥാപാത്രങ്ങളെ മറക്കില്ല. കാരണം ആ രീതിയിലാണ് ആ സിനിമയിലെ കഥാപാത്രങ്ങൾ നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആവുന്നത്. ഇങ്ങനെ വേണം കഥാപാത്രങ്ങൾ പെർഫോം ചെയ്യാനെന്ന് നമുക്ക് തോന്നിപ്പോകും. രണ്ട് സിനിമകളും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകളാണ്. അപ്പം കാണാത്തവരൊക്കെ പോയി കണ്ടിട്ട് വരൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ദിസ് ഈസ് റോയ് സൈനിങ് ഓഫ്. ബൈ.